റബ്ബർ മീറ്റ് 2015 ഇത്തവണയും ചരിത്രമെഴുതി. IRM 2014 തുടർച്ചയായി കൊച്ചിയിൽ സംഘടിപ്പിക്കപ്പെട്ട IRM 2015 ഭാരതത്തിന്റെ റബ്ബർ മേഖലയിലെ ഒരു നാഴികക്കല്ലായി. ISRO മുൻ ചെയർമാൻ ജി മാധവൻ നായർ ഭദ്രദീപം തെളിയിച്ച ചടങ്ങിൽ വിവിധ വിഷയങ്ങളെ പ്രതിപാദിച്ച് സമഗ്രമായ ചർച്ചകളും പ്രഭാഷണങ്ങളും സംഘടിപ്പിച്ചിരുന്നു. റബ്ബറിനുണ്ടായ വിലയിടിവ് അതിജീവിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ IRM 2015 ചർച്ച ചെയ്യപ്പെട്ടു. Today, India is the world's 5th largest producer of rubber and the 2nd largest consumer of natural rubber. നിരവധി റബ്ബർ കർഷകർ പങ്കെടുത്ത റബ്ബർ മീറ്റിൽ ഇന്ന് റബ്ബർ മേഖല നേരിടുന്ന പ്രതിസന്ധികളും വെല്ലുവിളികളും പ്രധാന ചർച്ചാ വിഷയമായിരുന്നു. റബ്ബർ മേഖല പ്രതിനിധാനം ചെയ്യുന്ന എല്ലാ വിഭാഗങ്ങളുടെയും പങ്കാളിത്തത്തോടെ വർഷം തോറും നടത്താൻ തീരുമാനിച്ചിട്ടുള്ളതിൽ രണ്ടാമത്തെ സമ്മേളനമാണ് മാർച്ച് 5-ന് കൊടിയിറങ്ങിയത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ഡെലിഗേറ്റുകൾക്കും പ്രഭാഷകർക്കും ഹൃദ്യവും മികവുറ്റതുമായ ഒരു ആതിഥ്യമാണ് കൊച്ചിയരളിയത്. റബ്ബർ ബോർഡ് ചെയർമാൻ ഡോക്ടർ എ ജയതിലക് സ്വാഗതവും റബ്ബർ സ്കിൽ ഡെവലപ്മെന്റ് കൗൺസിൽ ചെയർമാൻ വിനോദ് ടി സൈമൺ കൃതജ്ഞതയും പറഞ്ഞ ചടങ്ങിൽ റബ്ബറുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. ഇന്ത്യ റബ്ബർ ബോർഡും റബ്ബർ മേഖലയിലെ പ്രമുഖ സംഘടനകളും സംയുക്തമായി സംഘടിപ്പിച്ച ഇന്ത്യ റബ്ബർ മീറ്റ് 2015 മാർച്ച് 4-ന് കൊച്ചിയിലെ ലെ മെറിഡിയൻ കൺവെൻഷൻ സെന്ററിൽ മുൻ ISRO ചെയർമാനും സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ചെയർമാനുമായ ഡോക്ടർ ജി മാധവൻ നായർ ഉദ്ഘാടനം ചെയ്തപ്പോൾ വിദേശികൾ ഉൾപ്പെടെയുള്ള നിറഞ്ഞ സദസ്സ് സാക്ഷിയായിരുന്നു. പരിമിത വിഭവങ്ങൾ അനന്ത സാധ്യതകൾ എന്നതാണ് IRM 2015 വിഷയം. റബ്ബർ മേഖലയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വാണിജ്യ വിഷയങ്ങൾ, റബ്ബറിന്റെ ഭാവി, സാങ്കേതിക വിഷയങ്ങൾ, പുതിയ കണ്ടുപിടുത്തങ്ങൾ തുടങ്ങിയവയെ ആസ്പദമാക്കി രാജ്യാന്തര തലത്തിൽ അറിയപ്പെടുന്ന വിദഗ്ധർ സംസാരിച്ചു. വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി വിദഗ്ധർ നയിക്കുന്ന പാനൽ ചർച്ചകളും ഉണ്ടായിരുന്നു. Kerala, there's a lot of rubber plantation. In fact, 90% of India's rubber resource is here in this state, small state. The aerial picture will clearly indicate which are the areas the plantation is new, where it is matured, and where the inundation is taking place, either due to natural calamities or manual interference. So from that angle, the space images on a repetitive basis can help these rubber plantations quite well. It's just not only the monitoring the growth of the trees, but also if it's affected by some pests or some disease, immediately is reflected as a change in the spectral lines in the remote sensing pictures, and one can use the data for appropriate intervention. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിനും കീടബാധ തിരിച്ചറിയുന്നതിനും ഉൽപാദനം വിലയിരുത്തുന്നതിനും ഉപഗ്രഹ ഇമേജിംഗ് പോലുള്ള നൂതന സങ്കേതങ്ങൾ സഹായിക്കുമെന്ന് ISRO മുൻ ചെയർമാനും സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ചെയർമാനുമായ ജി മാധവൻ നായർ പറഞ്ഞു. പ്രകൃതിദത്ത റബ്ബറിന്റെ പ്രാധാന്യം ഭാവിയിലും തുടരും. എന്നാൽ ഇന്ത്യൻ റബ്ബർ വ്യവസായം ആഗോളതലത്തിൽ മത്സരക്ഷമത കൈവരിക്കുന്നതിന് എല്ലാ നടപടികളും സ്വീകരിക്കണം. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക, യന്ത്രവൽക്കരണം നടപ്പാക്കുക തുടങ്ങിയ മാർഗങ്ങളിലൂടെ മത്സരക്ഷമത വർദ്ധിപ്പിക്കാം. ഭാവിയിൽ വിപണി പരിരക്ഷ കുറഞ്ഞു വരുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. റബ്ബർ ബോർഡ് പ്രസിദ്ധീകരിച്ച റബ്ബർ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി 25 Years in Retrospect എന്ന പുസ്തകം മലേഷ്യൻ റബ്ബർ ബോർഡ് ഡയറക്ടർ ജനറൽ ഡോക്ടർ സാൽമിയ അഹമ്മദിന് നൽകി ജി മാധവൻ നായർ പ്രകാശനം ചെയ്തു. ഓൾ ഇന്ത്യ റബ്ബർ മീറ്റ് 2015 ഇവിടെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. കർഷകരായാലും ഇതിൻ്റെ റബ്ബർ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നവരായാലും ഇതിൻ്റെ റിസർച്ച് നടത്തുന്നവരും പിന്നെ എക്കണോമിക് അഫയേഴ്സ് നടത്തുന്ന എല്ലാവരും കൂടെ കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ കൂടി പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. പ്രത്യേകിച്ചും ഇന്നിപ്പോൾ ഇതിൻ്റെ എക്കണോമിക് സിറ്റുവേഷൻ കുറച്ച് മോശമായിട്ടുള്ള ഒരു കണ്ടീഷനിൽ എങ്ങനെയാണ് ഇത് എക്കണോമിക്കലി വയബിളാക്കേണ്ടതെന്ന് ആലോചിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ പ്രോഡക്ട്സും ഇന്നൊവേഷനും ഒക്കെ കൊണ്ടുവരേണ്ടതും വളരെ ആവശ്യമുള്ള കാര്യമാണ്. റോക്കറ്റുകളുടെയും ഉപഗ്രഹങ്ങളുടെയും ഒക്കെ നിർമ്മാണത്തിന് വേണ്ടി റബ്ബർ പാർട്സ് പലതും ഉപയോഗിച്ചിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ നാച്ചുറൽ റബ്ബറിൽ നിന്ന് എടുത്തിട്ടുള്ള ബൈൻഡേഴ്സാണ് സോളിഡ് റോക്കറ്റിൻ്റെ പ്രൊപ്പലൻ്റായിട്ട് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഈ അടുത്ത കാലത്ത് നമ്മുടെ PSLVക്കും GSLVക്കും വേണ്ടിയിട്ടുള്ള റോക്കറ്റുകൾ ഉണ്ടാക്കിയപ്പോൾ അതിൽ സിന്തറ്റിക് റബ്ബർ ഉപയോഗിച്ചിട്ടുള്ള ബൈൻഡറാണ്
ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ അതൊരു പ്രധാന റോക്കറ്റ് ഫ്യൂവലിൻ്റെ പ്രധാന ഘടകമാണ്. പിന്നെ ഉള്ളത് ഈ ബ്ലാഡേഴ്സ്, സീല്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ റബ്ബർ കൊണ്ട് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഉൽപാദന മേഖലയും അതിവേഗം വളരുന്ന വ്യവസായ മേഖലയും തമ്മിലുള്ള സഹവർത്തിത്വമാണ് ഇന്ത്യയിലെ റബ്ബർ മേഖലയുടെ കരുത്തെന്ന് അധ്യക്ഷത വഹിച്ച റബ്ബർ ബോർഡ് ചെയർമാൻ ഡോക്ടർ എ.ജെ. തിലക് പറഞ്ഞു. India has recorded substantial progress in rubber production, rubber-based product manufacturing and allied activities. The vital strength of Indian rubber industry is the synergy obtained from the coexistence of a well-established rubber production sector and a fast-growing rubber products manufacturing sector. A major chunk of the rubber produced in the world goes into transport sector as tires and other rubber parts. The transport sector and consequently auto sector is strongly linked to the trends and levels in the macroeconomic activities. റബ്ബർ മേഖലയിൽ വ്യത്യസ്ത തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ ഒരേ വേദിയിൽ എത്തിക്കുന്നതിനും മികച്ച രീതിയിൽ ആശയവിനിമയം നടത്തുന്നതിനും റബ്ബർ മീറ്റ് പോലുള്ള വേദികൾ ഉപകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ഇന്ത്യയിൽ പ്രൊഡക്ഷനും കൺസംഷനും തമ്മിൽ വലിയൊരു ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പ് ഫിൽ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഫുള്ളി സെൽഫ് സഫിഷ്യൻ്റ് ആവുകയുള്ളൂ. ഇതിനു വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? കേരളത്തിലുള്ള പ്രൊഡക്ടിവിറ്റി കൂട്ടേണ്ടി വരും. ഇപ്പോൾ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് കേരളത്തിൽ പ്രൊഡക്ടിവിറ്റി കൂട്ടിയാൽ മാത്രമേ പറ്റുള്ളൂ. നമുക്ക് കൂടുതൽ ഏരിയ എക്സ്പാൻഷനുള്ള സ്കോപ്പ് കേരളത്തിലില്ല. രണ്ടാമത് നോൺ ട്രഡീഷണൽ ഏരിയാസ്, ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് ആയാലും ഇപ്പോൾ ഒറീസ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് ഇങ്ങനത്തെ സ്ഥലങ്ങളിലും ഒരുപാട് കൾട്ടിവേഷന് വേണ്ടിയുള്ള സ്കോപ്പുണ്ട്. അവിടെയും കൂടെ റബ്ബർ പ്രൊഡക്ഷൻ നമ്മൾ തുടങ്ങാനുള്ള സ്കീംസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ പുതിയ ക്ലോൺസ് വെക്കുകയാണെങ്കിൽ അവിടുത്തെ പ്രൊഡക്ടിവിറ്റിയും വളരെ നല്ലതായിരിക്കും. ഓവറോളായിട്ട് ക്വാളിറ്റി കൂട്ടുകയാണെങ്കിൽ ഒരു പ്രീമിയം ക്വാളിറ്റിക്ക് വേണ്ടി പ്രീമിയം പ്രൈസ് ഉറപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൺസ്യൂമിങ് ഇൻഡസ്ട്രി റബ്ബർ ടയർ സെക്ടറും നോൺ ടയർ സെക്ടറും കൂടെ അവർ വാക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ക്വാളിറ്റി കോൺഷ്യസ്നസ്സിന് വേണ്ടിയും ക്വാളിറ്റി പ്രൊഡക്ഷന് വേണ്ടിയിട്ടും ഒരു വലിയ ഇൻസെൻറ്റീവ് ആവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത് കൂടാതെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റാണ്. അപ്പോൾ എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് റിസർച്ചിൽ ഊന്നൽ നൽകേണ്ടത് എന്നുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സജഷൻസും ഈ IRM-ൽ വന്നിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയും യൂണിവേഴ്സിറ്റീസും റബ്ബർ ബോർഡും തമ്മിൽ ഒരുമിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കി മുമ്പോട്ട് ഗവേഷണം നടത്തുന്നതായിരിക്കും. അടുത്ത വർഷത്തോടെ റബ്ബർ വിപണിയിൽ 4.1% വർധനവ് പ്രതീക്ഷിക്കുന്നതായി സാമ്പത്തിക വിദഗ്ധൻ ജോൺ ബാഫസ് അഭിപ്രായപ്പെട്ടു. IRM 2015 ലോക സാമ്പത്തിക രംഗവും കമ്പോള ഉൽപ്പന്നങ്ങളും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. They will start, or at least we hope so, we project they will start recovering towards the end of 2015. It will most likely see higher commodity prices across the entire spectrum. ലോകബാങ്കിന്റെ ഡെവലപ്മെന്റ് പ്രോസ്പെക്ട് ഗ്രൂപ്പ് സീനിയർ എക്കണോമിസ്റ്റായ ജോൺ ബാപ്പസിന്റെ പ്രതീക്ഷ നൽകുന്ന വാക്കുകൾ അതീവ ശ്രദ്ധയോടെയാണ് സദസ്സ് ശ്രവിച്ചത്. One of the things I said that there is some correlation between natural rubber and crude oil prices. And we also believe that natural rubber prices may increase by about 4% next year. An increase in passenger cars. You see here, for example, for China, in 2010, China surpassed the US to become the #1 single-country passenger car market in the world. And in 2020, China will even exceed North America and Europe to become the #1 market in 2020. So there's a need to, due to this increased car ownership, in particular in Asia and China, to increase the energy efficiency of car usage. There are possibilities of reduction of GHG emissions in this area during the actual usage of the tire, for example by using green tires. Due to their lower rolling resistance, green tires can reduce fossil fuel consumption of a car by up to 5%. Volatility in the natural rubber prices creates a big bottleneck when it comes to forecasting, planning, and actually servicing the industry. So which creates a severe pressure on the manufacturing costs. It's again a fragmented industry and only few players can make steel cord belts. And there is a large threat of imports sitting from China and from other countries as well. So if we look at the key import countries, who are importing from India, they are China, US, Greece, and Germany. And similarly, key export destinations for us are USA, South Africa, and Saudi Arabia.
മാർച്ച് 4-5 തീയതികളിലായി കൊച്ചി ലേമർഡിൻ ഹോട്ടലിൽ സംഘടിപ്പിക്കപ്പെട്ട IRM 2015 ഇന്ന് റബ്ബർ മേഖല നേരിടുന്ന പ്രശ്നങ്ങളിലേക്കും സാധ്യതകളിലേക്കുമുള്ള ഒരു തുറന്നുവെച്ച കണ്ണാടിയാവുകയായിരുന്നു. ഒന്നാം ദിവസത്തെ പരിപാടിക്ക് ശേഷം വർണ്ണാഭമായ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. ഇന്ത്യയിലും വിദേശത്തു നിന്നും എത്തിയ 100 കണക്കിന് പ്രതിനിധികൾക്ക് കാഴ്ചയുടെ ദൃശ്യവിരുന്നൊരുക്കിയ കലാപരിപാടികൾ മികച്ച നിലവാരം പുലർത്തി. IRM 2014 അഭൂതപൂർവമായ ഒരു വിജയമാണ് IRM 2015 കൊച്ചിയിൽ സംഘടിപ്പിക്കാൻ റബ്ബർ ബോർഡ് ഓഫ് ഇന്ത്യയെ പ്രേരിപ്പിച്ചത്. ഇത്തവണയും ഏറ്റവും മികച്ച പ്രതികരണങ്ങളും ഫലങ്ങളുമാണ് IRM 2015 സൃഷ്ടിച്ചത്. പരിമിത വിഭവങ്ങൾ അനന്ത സാധ്യതകൾ എന്ന വിഷയത്തിന്റെ ആഭ്യന്തര തലത്തിലുള്ള കാഴ്ചപ്പാടുകളായിരുന്നു രണ്ടാം ദിവസത്തെ ചർച്ചാ വിഷയം. റബ്ബർ വില ഉയരാനുള്ള സാധ്യത അസോസിയേഷൻ ഓഫ് നാച്ചുറൽ റബ്ബർ പ്രൊഡ്യൂസിംഗ് കൺട്രീസ് സെക്രട്ടറി ജനറൽ ഷീല തോമസ് വിശദീകരിച്ചു. ഇപ്പോൾ റബ്ബറിന്റെ വിലയിടിവ് മൂലം ചെറുകിട കൃഷിക്കാർ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയത്താണ് ഈ റബ്ബർ മീറ്റ്. അതുകൊണ്ട് തന്നെ അവർക്ക് വളരെയേറെ ആശങ്കകളും അതോടൊപ്പം പ്രതീക്ഷകളും ഉള്ള ഒരു സമയമാണ്. ഈ റബ്ബർ മീറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഇതിലൂടെ ലഭിക്കാവുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നേരിട്ട് കേൾക്കുവാനും അത് അവരുമായിട്ട് സംസാരിക്കുവാനും ആ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരു അവസരം നമ്മുടെ രാജ്യത്തെ ചെറുകിട കൃഷിക്കാർക്കും ലഭിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിയിൽ നിന്ന് ഒരു എന്താ പറയുക മുൻപിലോട്ടുള്ള ഒരു ആശയുടേതായ ഒരു ഇൻഡിക്കേഷൻസ് ഈ മീറ്റിലൂടെ കൃഷിക്കാർക്ക് ലഭിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഉടനെ തന്നെ വിലയിൽ വലിയ ഒരു വ്യത്യാസം വന്നില്ലെങ്കിൽ പോലും പല രീതിയിലുള്ള അസസ്മെൻറ്റിൽ നിന്നും മനസ്സിലാക്കുന്നത് 2015 പകുതിക്ക് ശേഷം വിലയിൽ ഒരു മാറ്റം വരാനുള്ള എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ടെന്നുള്ളതാണ്. റബ്ബർ വിലയിലെ വ്യതിയാനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുന്നതിനായി റബ്ബർ ഉത്പാദക രാജ്യങ്ങൾ രാജ്യാന്തര തലത്തിൽ സഹകരിച്ച് പ്രവർത്തിക്കണമെന്നാണ് മലേഷ്യൻ റബ്ബർ ബോർഡ് ഡയറക്ടർ ജനറൽ ഡോക്ടർ സാൽമിയ അഹമ്മദിന്റെ നിർദ്ദേശം. Population is going to grow, GDP is going to increase, and normally there is a relationship, a good correlation between GDP and consumption, and definitely consumption of rubber. And therefore, we should not be afraid about the future demand of rubber. There will be demand for rubber. And we know that in tires, 70% of natural rubber is used in tires, and in tires you can use synthetic as well as natural rubber, but you have to maintain a certain ratio. The natural rubber cannot be completely substituted with synthetic rubber. So I think the substitution leeway is only about 10%. So there is a need for us to have the natural rubber in the tire making. Now, so if we talk about the need for the natural rubber to be in the tire, to me, natural rubber is not a commodity, but instead it is a strategic industrial material. So you need natural rubber. ഈട് നിൽക്കുന്നതും ഗുണമേന്മയുള്ളതുമായ ഉൽപ്പന്നങ്ങളും അസംസ്കൃത വസ്തുക്കളും മാത്രമേ ഭാവിയിൽ സ്വീകരിക്കപ്പെടുകയുള്ളൂവെന്ന് ചൂണ്ടിക്കാട്ടി UK-യിലെ തുൻ അബ്ദുൾ റസാഖ് റിസർച്ച് സെന്റർ ഡയറക്ടർ ഡോക്ടർ സ്റ്റുവർട്ട് കുക്ക്. ടാപ്പിംഗ് സംബന്ധമായ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനും യന്ത്രവൽക്കരണമാണ് മാർഗം. റബ്ബർ പാൽ സംസ്കരണത്തിനും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കണം. ജനിതക സാങ്കേതിക വിദ്യയിലൂടെ റബ്ബറിന്റെ ഉൽപാദകക്ഷമതയും രോഗപ്രതിരോധ ശേഷിയും ഗുണമേന്മയും വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. And I'd like to talk about what challenges there are in the future in terms of production and what innovations there are in the future in breeding technologies. We've heard also this morning about meeting customer requirements.
What the customers are looking for is consistency. Consistency in terms of price, quality and supply. And really that's what we're looking at trying to address. Now this graph, I think, is again very familiar to you. Interestingly, despite all of the gloom and doom that's been talked about natural rubber and supply in the past, actually production is continuing to increase. It's an enormous challenge and it's an enormous opportunity for us as a nation, as a country, to do that. Now, if you only look at this, it would be wrong because we have 1.25 billion people going up to 1.5 billion in that time. And there was a very strong feedback we got from all the industry leaders, all the people we interviewed, that we need to make sure that this growth impacts the 1.25 billion people going up to 1.5, which is why I'm very pleased that an association of planters in some ways, which is, from what I hear, consists of about 1 million or so different, enterprises, is important. So how do we make sure that development happens? So here the story is, we are currently at about 0.59 as the Human Development Index. റബ്ബർ ഗവേഷണ വികസന പ്രവർത്തനങ്ങൾക്കായി സർക്കാർ കൂടുതൽ വിഹിതം നൽകണമെന്ന് ഇൻഫ്രാസ്ട്രക്ചർ ലീസിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ AK കൃഷ്ണകുമാർ നിർദ്ദേശിച്ചു. Where can we get productivity enhancement? How can we increase production? Expanding area and increasing production on a large quantum is going to take long time because one is the maturity phase itself is 7 years. Second is the land available in non-traditional region are suboptimal for growth of rubber. Let us accept that. See, there are plantations in Kerala which have touched 4 tons. I have visited some plantations. I know small growers who are taking yield of 3.5 tons. Forget that. Why can't we reach a national productivity level of 2 tons plus? If that happens, it is straight away an increase of 200,000 tons in production. Let us look at the natural rubber grower. Despite every adversity that you can think of, he has produced and made India one of the highest in productivity. The Indian natural rubber is the most important strategic raw material. Why are we not giving that importance? Why do you restrict yourself to looking at it as a socio-economic tool? Give the importance of the strategic raw material. What are we doing in rubber here? One day increase duty to 30%. The consumer says bring it down to 5%, 10%, whatever. Another traders would say something else. So-and-so would say something else. Obviously the government is confused. Who's right? Who's wrong? You look at the example of Airbus. At one time, Boeing was almost ruling the world until the Europeans got together and said, unless we do something, we will be just finished. Today, a Boeing aircraft is produced in 7 countries, 15 different locations, 2 assembly plants in France and Hamburg in Germany, and is being exported all over the world. For the rubber goods industry, one of the main problems we face is the undervalued import from abroad. I think the balloon industry, for example, in Dahanu it was a big cottage industry, but now most of the units are wound up because of undervalued import from other countries. So these things have to be taken care of. Synthetic rubber manufacturing in India will be sufficient to meet Indian requirement for next 1 or 2 years. And that will be good for the domestic consumer because they have the ready availability of material which is must for their expansion. And I'm sure that when the industry will be needing more material, in fact all of us, natural rubber will produce, their rubber board is working actively to take the production up. Similarly, synthetic rubber industry will certainly, will make right kind of investment for growth. We would like to ensure that to our grower friends that we are together, to our consumer, that's the tire industry and small rubber goods manufacturer, we are together, and we would like to work with you for meeting all the challenges. We all recognize that the need to improve the quality of the reclaimed rubber
because of the need to change the technology. And our technology has sort of outlived its life over the last 40 years. Now we are seeing very complex types of tires coming, very complex types of different rubber products coming. So there is a need to have a technology which will meet, on one hand, the challenge of processing such kind of waste rubbers, end-of-life tires, which has got such complex rubber compounds. And on the other side, we need to ensure that we meet the expectations of the consuming industry. In 2000, we produced 6.5 lakh tons of rubber to the requirement of the industry. In 2010, we produced 9 lakh tons to the requirement of the industry. Therefore, I am confident that our growers, particularly 92% of the small rubber grower, is capable of catering to the requirement of the rubber consuming industry, provided if we are able to carry on this business, not too profitably, but for sustaining in rubber cultivation. And for India to move successfully, it needs the entire sector to come together. I would take a leaf out of what Mr. Rathod said about Team India. I think at the end of our 2-day deliberations, I hope and wish that Team Rubber India comes together, and once we do that, even sky will not be the limit. ഈ രണ്ടാമത്തെ മീറ്റ് ഒരു പ്രത്യേക സാഹചര്യത്തിലുമാണ് ഉണ്ടായിരിക്കുന്നത്. റബ്ബർ വില വളരെയധികം താഴുകയും റബ്ബർ കർഷകർ പ്രതിസന്ധികളെ നേരിടുന്ന ഒരു അവസരത്തിൽ ഈ മേഖലയ്ക്ക് ഉണർവുണ്ടാകുന്നതിന് എന്തൊക്കെ ചെയ്യാമെന്ന് പരിശോധിക്കുക എന്നത് ഇന്ത്യ റബ്ബർ മീറ്റിൻ്റെ ഒരു ഉദ്ദേശമായിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളായി ഇവിടെ നടന്ന ചർച്ചകളിൽ ഈ വിഷയത്തെക്കുറിച്ച് വളരെ ആഴത്തിലുള്ള അപഗ്രഥനങ്ങളുണ്ടായി. വേൾഡ് ബാങ്ക്, അങ്ടാഡ് മുതലായ അന്തർദേശീയ സംഘടനകളുടെ പ്രതിനിധികൾ ലോക സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് അനുസരണമായി റബ്ബർ മേഖല ഭാവിയിൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കൂലങ്കഷമായി സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ റബ്ബർ, സ്വാഭാവിക റബ്ബർ പരിസ്ഥിതിക്ക് അനുയോജ്യമായ ഒരു കൃഷിയാണെന്നും അത് അന്തരീക്ഷത്തിലെ കാർബണിൻ്റെ അംശം കുറയ്ക്കുന്നതിന് നാച്ചുറൽ ഫോറസ്റ്റ്, അതായത് കാട് എങ്ങനെ നമ്മളെ സഹായിക്കുന്നു അതുപോലെ തന്നെ സഹായിക്കുന്ന ഒരു കൃഷിയാണെന്നും ചർച്ചകൾ ഉയർന്നു വന്നു. ഇന്ത്യൻ റബ്ബറിന് റബ്ബർ ബോർഡ് കൊടുക്കുന്ന കയറ്റുമതി പ്രോത്സാഹന നടപടികളും ഇന്ത്യയിൽ തന്നെയുള്ള മാർക്കറ്റ് പ്രൊമോഷൻ പ്രവർത്തനങ്ങളുമൊക്കെയാണ് ഈ എക്സിബിഷനിലൂടെ ഞങ്ങൾ ഇവിടെ പൊതുജനങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ റബ്ബർ കൃഷിയുടെ വിവിധ വശങ്ങൾ പ്രതിപാദിക്കുന്ന ലഘുലേഖകളും റബ്ബർ ബോർഡിൻ്റെ മുഴുവൻ പ്രസിദ്ധീകരണങ്ങളും ഇവിടെ വിൽപ്പനയ്ക്കായി വെച്ചിട്ടുണ്ട്. ഇന്ത്യ റബ്ബർ മീറ്റ് എന്ന് പറയുന്നത് എല്ലാ വർഷവും നടത്താൻ വേണ്ടി ആലോചിക്കുന്ന ഒരു പരിപാടിയാണ്. റബ്ബർ മേഖലയിൽ സ്വാഭാവിക റബ്ബറിൻ്റെ മാത്രമല്ല, കൃത്രിമ റബ്ബറിൻ്റെയും റീക്ലെയിംഡ് റബ്ബറിൻ്റെയും കൂടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആൾക്കാരും, സംഘടനകളും സ്ഥാപനങ്ങളും ഒന്നിച്ചു ചേർന്നാണ് ഈ മീറ്റ് നടത്തുന്നത്. അടുത്ത വർഷത്തെ മേള ഇതൊരു അഖിലേന്ത്യാ സാന്നിധ്യമായി മാറണം എന്നുള്ളതുകൊണ്ട് ഗോവയിലാണ് സംഘടിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. 2015 മാർച്ച് 4-5 തീയതികളിലായി എറണാകുളം ലേമെറിഡിൻ ഹോട്ടലിൽ സംഘടിപ്പിക്കപ്പെട്ട ഇന്ത്യ റബ്ബർ മീറ്റ് 2015 കൊടിയിറങ്ങി. IRM 2015 അവസാനിക്കുന്നു. IRM 2016 ഒത്തുചേരും വരെയുള്ള ഒരു ഇടവേളയിലേക്കാണ് പ്രതിനിധികൾ മടങ്ങിയത്. റബ്ബർ മീറ്റ് 2015 കൊച്ചിയിൽ തിരശ്ശീല വീണു. റബ്ബർ മീറ്റ് 2016 ഗോവയിൽ.